നമസ്കാരം. തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ഔദ്യോഗിക യോഗം അലങ്കോലപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്തത് 1 മാസം മുൻപ് പോലീസ് സ്റ്റേഷനിലെ റൗഡി പട്ടികയിൽ ഉൾപ്പെടുത്തിയ വനിതാ ഗുണ്ടയെ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തൃക്കാക്കര വാഴക്കാല ഇന്ദിരാനഗർ സുധർമ്മ വിലാസത്തിൽ മഞ്ജു സുധീരനെയാണ് തൃക്കാക്കര ഇൻസ്പെക്ടറായ AK സുധീർ, SI VB അനസ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഥിരം കുറ്റവാളിയായ പ്രതിക്കെതിരെ കാപ്പ ചുമത്താൻ നടപടിയും തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 23-ന് രാവിലെയാണ് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി സന്തോഷിനെയും ഉദ്യോഗസ്ഥരെയും കോൺഫറൻസ് ഹാളിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും യോഗം അലങ്കോലപ്പെടുത്തുകയും ചെയ്തത്. മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനുള്ള വാർ റൂം മാനേജ്മെന്റ് പോർട്ടലിൽ പ്രതി 100ഓളം വ്യാജ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. തൃക്കാക്കര നഗരസഭാ പരിസരത്ത് മത്സ്യവില്പനയും മറ്റും നടത്തുന്നവരുടെ ഫോട്ടോകളാണ് മാലിന്യം വലിച്ചെറിയുന്നവരെന്ന പേരിൽ പോർട്ടലിൽ പരാതി സഹിതം നൽകിയത്. പരാതികൾ ശരിയാണെന്ന് കണ്ടെത്തി പിഴ ചുമത്തിയാൽ വിവരം നൽകിയ ആൾക്ക് തുകയുടെ 25% വരെ പരമാവധി കിട്ടും. അതായത് ഏതാണ്ട് 2500ഓളം രൂപയാണ് പ്രതിഫലമായി ഇതിലൂടെ കിട്ടാൻ പോകുന്നത് പരമാവധി. മഞ്ജു നൽകിയ പരാതികളിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമാണെന്ന് കണ്ട് തള്ളിയിരുന്നു. പരാതികളിൽ നടപടിയെടുക്കണമെന്നും പ്രതിഫലം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ജു നഗരസഭയിൽ എത്തിയത്. ഈ സമയം വാർഡ് വിഭജനം സംബന്ധിച്ച കോൺഫറൻസ് ഹാളിൽ അടിയന്തര യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാളിൽ അതിക്രമിച്ചു കടന്ന പ്രതി സെക്രട്ടറിയോടും ജീവനക്കാരോടും തട്ടിക്കയറുകയും ബഹളം കൂട്ടുകയും ചെയ്തതോടെ യോഗം അലങ്കോലപ്പെട്ടു. സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും മഞ്ജു സ്ഥലം വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പടമുകളിൽ നിന്നാണ് ഇവരെ പിന്നീട് കസ്റ്റഡിയിൽ എടുത്തത്. സ്റ്റേഷനിലെ 32 റൗഡികളിൽ ആദ്യത്തെ വനിതാ ഗുണ്ടയാണ് മഞ്ജുവെന്ന് പോലീസ് അറിയിച്ചു. തെരുവ് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നതും നൽകാത്തവരുടെ സ്ഥാപനങ്ങളിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തുന്നതും ഇവരുടെ രീതിയാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായ സാഹചര്യത്തിലാണ് കാപ്പയിൽപ്പെടുത്താൻ തന്നെ നടപടി തുടങ്ങിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്.